ഒരു ദിവസം ഖുഫു രാജാവ് രാത്രിയിൽ തൻ്റെ കട്ടിലിൽ ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിനിടയിൽ അയാളൊരു സ്വപ്നം കണ്ടു. സ്വർഗത്തിലേക്ക് നടന്നു കയറുന്നതിനുള്ള ഒരു വലിയ ചവിട്ടുപടി, മണലിൽ നിന്നുയരുന്ന ഒരു വലിയ കെട്ടിടം. പിറ്റേ ദിവസം ഖുഫു രാജാവ് കൊട്ടാരത്തിന് വെളിയിലിറങ്ങി ആകാശത്തേക്ക് നോക്കി നിന്നു. ഞാൻ മരിച്ചാലും എൻ്റെ ആത്മാവ് ഭൂമിയിൽ നിന്നുയർന്ന് നക്ഷത്രങ്ങളിലേക്ക് പറക്കണം. അതിനായി ഞാനൊരു കവാടം പണിയും. മരുഭൂമിയുടെ ഹൃദയത്തിൽ നിന്ന് സമയത്തെ മറികടന്ന് സ്വർഗത്തിലേക്ക് ഉയർന്നു നിലകൊള്ളുന്നൊരു അത്ഭുതം. അങ്ങനെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതി. ലോകം ഇന്നും അത്ഭുതത്തോടെ ചോദിക്കുന്ന ചോദ്യം: ഇത്രയും വലിയൊരു കെട്ടിടം പണ്ടുള്ള മനുഷ്യർ എങ്ങനെ പണിതു? ഈ കഥയുടെ ആരംഭം ഫറവോ ഖുഫുവിൽ നിന്നാണ്. മിസ്രയുടെ 25ാം രാജവംശത്തിലെ ഭരണാധികാരി. അയാൾ സ്വയം ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മരിച്ചാലും ആകാശത്തിലേക്ക് ചെന്ന് നക്ഷത്രങ്ങളായി മാറണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ഉയരം 481 അടി. നൂറ്റാണ്ടുകളായി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിലൊന്ന്. എന്നാൽ ഇത് പണിതത് എങ്ങനെ? ഏകദേശം 23 ലക്ഷം കല്ലുകൾ, ഓരോന്നും 2.5 ടൺ വരെ ഭാരമുള്ളത്. ടൂറയിൽ നിന്ന് കൊണ്ടുവന്ന ലൈം സ്റ്റോണും അസ്വാനിൽ നിന്നുള്ള ഗ്രാനൈറ്റും. കല്ലുകൾ നൈൽ നദിയിലൂടെ കപ്പലുകളിൽ കൊണ്ടുവന്നത് അടിമകൾ. 1000-ലേറെ പേരുടെ വർഷങ്ങളുടെ കഷ്ടപ്പാടുകളോടെ ആ കെട്ടിടം ഉയർന്നു. പിരമിഡിൻ്റെ 4 വശങ്ങളും ഭൂമിയുടെ 4 ദിശകളോട് പൊരുത്തപ്പെട്ട് കിടക്കുന്നു. ആകാശം, നക്ഷത്രങ്ങൾ, ദിക്കുകൾ എല്ലാം കണക്കാക്കി. ഇന്നത്തെ ജിയോമെട്രിയുടെ 50-ലധികം സങ്കീർണ സിദ്ധാന്തങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. പിരമിഡിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളുടെ ദേഹവും മനസ്സിനെയും മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. കിങ്സ് ചേംബർ, ക്വീൻസ് ചേംബർ, ഗ്രാൻഡ് ഗാലറി, അങ്ങനെ പലതും. ചില വഴികൾ തുറക്കാനാവാത്തത്, ചിലത് തിരിച്ചറിയാൻ കഴിയാത്തത്. ഇന്നും നമുക്കറിയാത്ത 1000 രഹസ്യങ്ങൾ അവിടെ കാത്തിരിക്കുന്നു. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: 10,000-കണക്കിന് തൊഴിലാളികൾ വർഷങ്ങളോളം പ്രയത്നിച്ച് വലിയ മണ്ണുറാമ്പുകൾ നിർമ്മിച്ചു. അതിലൂടെ കല്ലുകൾ വലിച്ചു കയറ്റി. എന്നാൽ ചിലർ കരുതുന്നത് കല്ലുകൾ കനാലിലൂടെ ഒഴുക്കിക്കൊണ്ടുവന്നു എന്നാണ്. ഈ കഥകളൊക്കെ പുറത്തുള്ള നിർമ്മിതിയെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് അകത്താണ്. പിരമിഡിൻ്റെ വടക്കേ മുഖത്ത് നിലത്ത് നിന്ന് 17 മീറ്റർ ഉയരത്തിൽ ഒരിക്കലും പുറത്തു കാണാനാവാത്ത ഒരു കവാടം. അവിടെ നിന്നാണ് ഇരുട്ടിൻ്റെ വഴികൾ ആരംഭിക്കുന്നത്. ആദ്യമായി ഇറങ്ങുന്നത് ഡിസെൻഡിങ് പാസേജ്. ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന ചെറുതും ഇരുട്ടുമൂടിയതുമായ ഒരു ചരിവ്. അങ്ങനെ എത്തിച്ചേരുന്നത് പൂർത്തിയാകാത്ത മതിലുകളുള്ള ഒരു മുറി. എന്തിനാണ് തുടങ്ങിയത്, എന്തിനാണ് ഉപേക്ഷിച്ചത്, ആർക്കും അറിയില്ല. അസെൻഡിങ് പാസേജ്, മുകളിലേക്ക് കൊണ്ടുപോകുന്നൊരു ചുരം. അതിലൂടെ കയറുമ്പോൾ മുന്നിൽ തെളിയുന്നത് ഭീമാകാരമായൊരിടുങ്ങിയ ഗാലറി, ഗ്രാൻഡ് ഗാലറി. 59 മീറ്റർ നീളം, 11 മീറ്റർ വരെ ഉയരം. മതിലുകൾ മേലോട്ട് ചുരുങ്ങി അടുക്കുന്നത് പോലെ പുരാതന ക്ഷേത്രത്തിലൂടെ നടക്കുന്ന അനുഭവം. ഇന്നും ശാസ്ത്രജ്ഞരെ കുഴക്കുന്ന സോക്കറ്റുകളും ഗ്രൂവുകളും മതിലുകളിൽ കാണാം. ഗ്രാൻഡ് ഗാലറിയുടെ നടുവിലൂടെ മുന്നോട്ട് പോയാൽ എത്തുന്നത് ക്യൂൻസ് ചേംബർ, രാജ്ഞിയുടെ മുറി എന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ പിരമിഡിൻ്റെ ആത്മാവ് മറ്റൊരിടത്താണ്, കിങ്സ് ചേംബർ. ചുവന്ന ഗ്രാനൈറ്റിൽ പൊതിഞ്ഞ മതിലുകൾ, നടുവിലൊരു ശവപ്പെട്ടി. അതിലുപരി അത്ഭുതം മറിഞ്ഞിരിക്കുന്നത് മുകളിൽ. രാജാവിൻ്റെ മുറിയുടെ മുകളിൽ 5 നിലകളിലായി നിർമ്മിച്ച റിലീവിംഗ് ചേംബേഴ്സ്. ഭീമൻ കല്ലുകളുടെ സമ്മർദ്ദം താങ്ങാനായി പുരാതന എഞ്ചിനീയർമാർ കെട്ടിയെടുത്ത അത്ഭുത ഘടന. ഇന്നും തകരാതെ ഉറച്ചു നിൽക്കുന്ന പിരമിഡിൻ്റെ ശക്തിയുടെ തെളിവ്. ഈ മുറികളിൽ നിന്ന് പുറപ്പെടുന്ന എയർഷാഫ്റ്റ്, പുറത്തേക്കുള്ള ചെറുവഴികൾ. ചിലത് നേരെ പ്രത്യേക നക്ഷത്രങ്ങളെ ലക്ഷ്യമാക്കുന്നു. ചില ശാസ്ത്രജ്ഞർ പറയുന്നത്
മരിച്ച രാജാവിൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് വിടാനുള്ള കവാടങ്ങളായിരിക്കാം അവ എന്നാണ്. 2017 ശാസ്ത്രജ്ഞർ മിയോൺ സ്കാൻ ടെക്നോളജി ഉപയോഗിച്ച് ഗ്രാൻഡ് ഗാലറിയുടെ മുകളിലെ 30 മീറ്ററിലധികം നീളമുള്ള ആരും മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ശൂന്യപ്രദേശം കണ്ടെത്തി. എന്തിനായിരുന്നു അത്? മറ്റൊരു രഹസ്യമുറിയോ? ഇന്നുവരെ അത് വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങളും ഇന്നും നിലകൊള്ളുന്നു. മഹാപിരമിഡ് ഒരു ശവകുടീരം മാത്രമായിരുന്നു? അല്ലെങ്കിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ ലക്ഷ്യമാക്കി ഭാവി തലമുറകൾക്കായി കൊത്തിയെടുക്കപ്പെട്ട ഒരു ജ്യോതിശാസ്ത്ര കലണ്ടറോ? അതുമല്ലെങ്കിൽ ഇന്നുവരെ നമ്മൾ തിരിച്ചറിയാത്ത മറ്റൊരു ഉപയോഗമുണ്ടായിരുന്നോ? കാലം കടന്നുപോയിട്ടും ഭരണാധികാരികൾ മൺമറഞ്ഞിട്ടും പിരമിഡ് ഇപ്പോഴും പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: നിങ്ങൾക്കെന്നെ പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് പണിത കെട്ടിടം ഇന്നും മരുഭൂമിയിൽ ഒരു രഹസ്യമായി നിലകൊള്ളുന്നു. സാമ്രാജ്യങ്ങൾ തകർന്നു, രാജാക്കന്മാർ മൺമറഞ്ഞു, ലോകം മാറിമറിഞ്ഞു. പക്ഷേ ഗ്രേറ്റ് പിരമിഡ് ഇന്നും അവിടെയുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയുടെയും പ്രതിഭയുടെയും ഐക്യത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും ഒരു നിർമ്മിത ശില്പം പോലെ. പിരമിഡ് കല്ലുകൊണ്ടുള്ളൊരു കെട്ടിടമല്ല, അതൊരു കഥയാണ്. രാജാവിൻ്റെ ആഗ്രഹത്തിൻ്റെ കഥ, തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ കഥ, ശാസ്ത്രത്തിൻ്റെ, ജ്യോതിശാസ്ത്രത്തിൻ്റെ, കലയുടെ ഒത്തുചേരൽ, കാഴ്ചകളെ കെട്ടിപ്പടുക്കുന്ന മനുഷ്യൻ്റെ സ്വപ്നത്തിൻ്റെ കഥ.